രണ്ട് പ്രാവശ്യം മുല കൊടുത്തത് കൊണ്ട് മുലകുടി ബന്ധം സ്ഥിരപ്പെടുമോ എന്നാണ് ചോദ്യം. ഇല്ല ഇല്ല ഇല്ല. മുലകുടി ബന്ധം സ്ഥിരപ്പെടാൻ 5 തവണ മുല കൊടുക്കണം. 2 വയസ്സിന് മുമ്പ് 5 പ്രാവശ്യമായിട്ട് മുല കൊടുക്കണം. ഓക്കെ. അടുത്ത സംശയം വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉള്ളിൽ കെട്ടിയിരുന്ന ഷാളിൽ പക്ഷിയുടെ കാഷ്ടം ഉണ്ടായിരുന്നു. 4 ദിവസവും ആ ഷാള് കെട്ടി തന്നെയാണ് നിസ്കരിച്ചത്. 4-മത്തെ ദിവസം കഴിഞ്ഞിട്ടാണ് ഷാളിൽ പക്ഷിക്കാട്ടം കാണുന്നത്. എന്നാൽ ഇനി നിസ്കാരങ്ങളൊക്കെ മടക്കണോ എന്നാണ് ചോദ്യം. മടക്കൽ നിർബന്ധം ആണ്. ഓക്കെ, ആ നിസ്കാരങ്ങളൊക്കെ മടക്കൽ നിർബന്ധമാണ്. കാരണം പക്ഷിയുടെ കാഷ്ടത്തിന്, കാക്കയുടെ അല്ലെങ്കിൽ മറ്റിത്യാദി പക്ഷികളുടെ കാഷ്ടത്തിന് ഡ്രസ്സിൽ, വസ്ത്രത്തിൽ ഇളവ് ഇല്ല, ശരീരത്തിലും ഇളവ് ഇല്ല. നിങ്ങളുടെ ശരീരത്തിൽ കാഷ്ടമുണ്ടെങ്കിലും ഇളവില്ല, വസ്ത്രത്തിൽ കാഷ്ടായാലും ഇളവില്ല. പിന്നെ നിസ്കരിക്കുന്ന സ്ഥലത്ത് പക്ഷിയുടെ കാഷ്ടം കണ്ടാൽ ഇളവുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ടാണ് കണ്ടതെങ്കിൽ മടക്കേണ്ടതില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് 4 ദിവസത്തെ 20 വഖത്ത് നിസ്കാരങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും മടക്കേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ ചെറിയ കൊതുകിൻ്റെ കാഷ്ടമൊന്നും അല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. കൊതുകിൻ്റെ, ഈച്ചയുടെ ഒന്നും കാഷ്ടങ്ങളല്ലല്ലോ, പ്രാണികളുടെ കാഷ്ടമൊന്നും അല്ലല്ലോ. പക്ഷിയുടേതാണെന്ന് ഉറപ്പല്ലേ. കാക്ക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള കിളികൾ, അതിൻ്റെയൊക്കെ കാഷ്ടത്തിനാണ് ഞാൻ പറഞ്ഞത് ഇളവില്ല എന്ന് പറഞ്ഞത് കേട്ടോ. കൊതുകിൻ്റെ കാഷ്ടത്തിനൊക്കെ ഇളവുണ്ട് എന്ന് കറക്റ്റ് പറയുന്നുണ്ട് ഗ്രന്ഥങ്ങളിലൊക്കെ. അടുത്ത ചോദ്യം, നിലത്ത് പരന്നു കിടക്കുന്ന വെള്ളത്തിലേക്ക് ചത്ത പ്രാണി വീണാൽ നജസാകുമോ, അല്ലെങ്കിൽ വീണതിന് ശേഷം ചത്താൽ നജസാകുമോ എന്നൊക്കെയാണ് ചോദ്യം. മറുപടി, പിന്നെ ചത്ത കൊതുകോ ചത്ത ഈച്ചയോ ചത്ത പല്ലിയോ പിന്നെ അതേപോലെ ചത്ത പ്രാണികളൊക്കെ, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ ശവം, അതൊന്നും വെള്ളത്തിൽ വീണാൽ നജസാണെങ്കിൽ പോലും മാപ്പുണ്ട്, ഇളവുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ന് പെൺകുട്ടികൾ വ്യാപകമായിട്ട് നെരിയാണിക്ക് മുകളിലാണല്ലോ പാൻറ് ധരിക്കുന്നത്. എന്താണ് അതിൻ്റെ ശിക്ഷ എന്നാണ്. അവിടെ രക്ഷിതാക്കളാകുന്ന നിങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതിന് സാധാ തെറ്റിൻ്റെ ശിക്ഷയല്ല, ഹറാമിൻ്റെ കുറ്റമല്ല ഉണ്ടാവുക. ധിക്കാരപൂർവം ചെയ്യുന്ന തെറ്റാണത്. കാരണം ഒരു പെൺകുട്ടിക്ക് അറിയാം, നെരിയാണിക്ക് മീതൊരു അന്യപുരുഷൻ്റെ മുന്നിൽ അവളുടെ ശരീരം മുഴുവനും ഔറത്താണെന്ന് എല്ലാ പെൺകുട്ടികൾക്കും അറിയാം. അതിന് പുറമെ പിന്നെ ഈ നെരിയാണിക്ക് മീതെ പാൻറ് ധരിച്ചിട്ട് അത് 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ അബദ്ധത്തിൽ ചെയ്യുന്നതോ സംഭവിക്കുന്നതോ അല്ല. സ്ഥിരമായിട്ട് അത് ഒരാനന്ദമായിട്ടും ഒരാവേശമായിട്ടും അതൊരു മോഡലായിട്ടും കണക്കാക്കിയ പെൺകുട്ടികൾ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് ധിക്കാരപൂർവം റബ്ബിനോട് ധിക്കാരം ചെയ്യുന്ന തെറ്റുകളാണ്. ധിക്കാരത്തോടു കൂടെ ചെയ്യുന്ന തെറ്റ് അല്ലാഹു തആല പുറത്തു തരാനും മാപ്പ് തരാനും കുറച്ച് റിസ്ക് ഉണ്ടാവും, കുറച്ച് പണി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ പാൻറ് ധരിക്കുന്ന കുട്ടിയും ആ കുട്ടിയുടെ രക്ഷിതാക്കളും അള്ളാഹുവിൻ്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. സാധാരണ ഒരു ഹറാമ് കാണിക്കുക അല്ലെങ്കിൽ കാണുക എന്നൊക്കെ പറഞ്ഞാൽ 1 ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലൂടെ അപ്രതീക്ഷിതമായിട്ടോ അബദ്ധത്തിലോ കാണുന്നത് പോലെയല്ല ഇത് ധിക്കാരത്തോടു കൂടെ റബ്ബിന് ചെയ്യുന്ന തെറ്റാണ്. ഈ തെറ്റ് അള്ളാഹു മാപ്പ് തരാനും ആ തെറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കാനും കുറച്ച് പണിപെടേണ്ടി വരും. അതുകൊണ്ട് രക്ഷിതാക്കൾ ജാഗ്രത കാണിക്കണം ഈ വിഷയത്തിൽ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മക്കളെ കൊണ്ട് നമ്മൾ വഷളാകുന്ന അവസ്ഥ ഉണ്ടാകരുത്, നമ്മെക്കൊണ്ട് നമ്മുടെ മക്കളും വഷളാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹു അത്തരണത്തിലുള്ള ദുന്യാവിലും ആഖിറത്തിലും വഷളാകുന്ന സാഹചര്യം നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ. അടുത്ത ചോദ്യം, EMI വഴി ഫോൺ എടുക്കുന്ന സമയത്ത് അടവൊന്നും തെറ്റാതെ കറക്റ്റ് എല്ലാ മാസവും 1000 രൂപ നമ്മൾ അടച്ചു കൊടുക്കുകയാണെങ്കിൽ തെറ്റുണ്ടോ, പലിശ വരുമോ, ഹറാമാണോ എന്നാണ് ചോദ്യം. മറുപടി, അപ്പോഴും ഹറാമാണ്. കാരണം ഈ ഇടപാടുമായി നിങ്ങൾ ബന്ധപ്പെടുന്നത് ഈ നിയമങ്ങളൊക്കെ അറിഞ്ഞിട്ടാണല്ലോ. എന്താണ് നിയമം? അടവ് തെറ്റിയാൽ പൈസ കൂടും. 1000 അടയ്ക്കേണ്ടത് 5-ാം തീയതിക്കുള്ളിൽ 1000 അടച്ചില്ലെങ്കിൽ 6-ാം തീയതി ആണെങ്കിൽ
പിന്നെ 1100 രൂപ അടയ്ക്കേണ്ടി വരുമെന്ന ആ നിബന്ധനയും ഉപാധിയോടുകൂടെയാണ് ഈ ഏർപ്പാടിൽ നിങ്ങൾ ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഏർപ്പാട് തന്നെ ഹറാമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അത് ഈ ചോദ്യം വണ്ടി അടവിനെടുക്കുന്നിടത്തും വരുമല്ലോ. 2 ലക്ഷത്തിന് എടുക്കുന്ന വണ്ടി 2 വർഷം കൊണ്ട് 10,000 കൊടുക്കേണ്ടത് കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ പലിശയൊന്നും വരുന്നില്ലല്ലോ, 2 ലക്ഷം മാത്രമല്ലേ വരുന്നുള്ളൂ. എങ്കിൽ പോലും അടവ് തെറ്റുകയാണെങ്കിൽ പലിശ അവർ ഈടാക്കുന്ന ഡിമാൻഡും നിബന്ധനയുമാണല്ലോ. അതുകൊണ്ട് അങ്ങനെ പിന്നെ വാങ്ങുന്ന സാധനം അടവ് നേരത്തെ അടച്ചതിൻ്റെ പേര് ആണെങ്കിലും കറക്റ്റ് അടച്ചാൽ പോലും ആ ഇടപാട് തെറ്റാണ്. എന്തേ കാരണം? അടവ് തെറ്റിയതിൻ്റെ പേരിൽ പലിശ വരുമെന്ന നിബന്ധന നിങ്ങൾ സ്വീകരിച്ചിട്ടാണല്ലോ ഈ ഇടപാടിൽ കണക്റ്റ് ആകുന്നത്. ഇതാണ് കാരണം. അടുത്ത ചോദ്യം, ആദ്യത്തെ ഭാര്യയുടെ കുട്ടികളെ രണ്ടാമത്തെ ഭാര്യയ്ക്ക് മഹറമാണോ എന്നാണ്. ഒന്നും കൂടെ വ്യക്തമാക്കാം. ഒരു വ്യക്തി രണ്ടാമത് കല്യാണം കഴിച്ചാൽ ഈ വ്യക്തിക്ക് പിന്നെ ആദ്യ ഭാര്യയിലുണ്ടായ മക്കൾക്ക് ഈ രണ്ടാമത് കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, തൊടാൻ പറ്റും, വുളൂ മുറിയൂല. എന്തേ കാരണം? ആ കുട്ടികളുടെ ഉപ്പയുടെ ഏതെല്ലാം ഭാര്യമാരുണ്ടോ അതെല്ലാം ആ കുട്ടികൾക്ക് മഹറമാണ്. ഈ വാപ്പന് മൂന്നാമതൊന്ന് കെട്ടിക്കൊണ്ടുവന്നാൽ അതും ആ കുട്ടികൾക്ക് ഉപ്പയുടെ ഭാര്യമാരല്ലേ. അതുപോലെ പിന്നെ ഉപ്പയുടെ ഭാര്യമാരൊക്കെ മക്കൾക്ക് മഹറമാണ്. അടുത്ത ചോദ്യം, 7 ലിറ്റർ ആട്ടിയ വെളിച്ചെണ്ണ കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അതിലൊരു 8 കാലിക്കുട്ടി ചത്ത് കിടക്കുന്നുണ്ട്. അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്. ഉപയോഗിക്കാവുന്നതാണ്, ഒരു വിരോധവും ഇല്ല. 8 കാലിക്കുട്ടി നജസാണെങ്കിൽ പോലും ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളാകുന്ന 8 കാലി, പല്ലി, അതുപോലെ പിന്നെ കൊതുക്, ഈച്ച ഇതിൻ്റെയൊക്കെ ശവം വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ മറ്റു ദ്രാവക വസ്തുക്കളിലോ വീണാൽ ഇളവുണ്ട് എന്നാണ്, മാപ്പ് ഉണ്ട് എന്നാണ്, വിരോധം ഇല്ല, ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ.